ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബ്രാഹ്മണ സമൂഹത്തിന് നല്ലത് വരാൻ തുടങ്ങുന്നു എന്ന് മാത്രമാണ് പറയാം. അതുപോലെ നായർ സമുദായത്തിന് നല്ലത് വരും, യാതൊരു സംശയവും വേണ്ട. എനിക്ക് പറയാൻ തോന്നുന്നത്, ഈ മണ്ഡലക്കാലമാണ് ഇപ്പോഴ്. മണ്ഡലക്കാലം ധർമ്മശാസ്താവിൻ്റെ ഈ കാലത്ത് തന്നെ ഒരു സമുദ്രതീരത്ത് ഇത് ആരംഭിക്കാൻ കഴിഞ്ഞത് അത്ഭുതകരമായ ഫലസിദ്ധി ഇതിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാസർഗോഡ് ഇതാരംഭിക്കുമ്പോൾ ചെറിയൊരു മഴ പെയ്തു. അത് ഇവിടെ ആവർത്തിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ ഇത് വിജയിക്കുമെന്ന്? നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ശ്രീമതി പ്രീതി നടേശൻ അവർ അത് കണ്ടു. ഒരു പരുന്താണ് അവിടെ പറഞ്ഞെങ്കിൽ ഇവിടെ 2 പരുന്ത് ഇവിടെ പറഞ്ഞു. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ശ്രീനാരായണ ഗുരുദേവനുണ്ട്. ഇവിടെ ഈ സദസ്സിൽ ലോകാരാധ്യ ഗുരു ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ ഉണ്ട്. ഇവിടെ അയ്യങ്കാളിയുണ്ട്, പണ്ഡിറ്റ് കറുപ്പനുണ്ട്, മന്നത്ത് പത്മനാഭനും ഇവിടെയുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ധാർമ്മിക ചേരിയിലേക്ക് ഇന്നാട്ടിലെ എല്ലാ സജ്ജനങ്ങളും വന്നു ചേരണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സദസ്സിനോട് എനിക്ക് പറയാൻ തോന്നുന്നു, നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം മാറ്റി ഈ ധർമ്മയുദ്ധത്തിലേക്ക് നമുക്ക് മുന്നേറണം. വിനീതമായി പറയാൻ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ആ പ്രസ്ഥാനമൊക്കെ വിട്ടിങ്ങി പോകുന്നുള്ളൂ. നിങ്ങളുടെ പ്രസ്ഥാനം ധർമ്മത്തിന് വേണ്ടി നയിക്കാനുള്ള ഒരാളാണ് നമ്മളൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. മുസ്ലിം സഹോദരന്മാരോട് ഇവരെയൊക്കെ സൈക്കോളജിക്കലായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ഓരോന്നൊക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് ഇവിടെ തീവ്രവാദങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും നമുക്ക് ശാന്തമായി നേരിട്ടുകൊണ്ട് അവർക്ക് നല്ലത് വരാൻ വേണ്ടി, ഈ രാജ്യത്ത് കേരളത്തിൽ നല്ല കുടുംബജീവിതം ഉണ്ടാകണം, നല്ല സാമൂഹ്യ ജീവിതം ഉണ്ടാവണം, നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാവണം. നമ്മളെ കബളിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാനും നമുക്ക് കഴിയണം. ഏതായാലും ഒന്നേ ഉള്ളൂ, ഇവിടെ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ, ആകാശത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, സമുദ്രത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി ഉദയം ചെയ്യുന്ന ഒരു ധർമ്മത്തിൻ്റെ ഒരു പാർട്ടിയായിരിക്കും ഇതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നല്ലത് വരാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഒരുമിച്ച് നീങ്ങാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. നോക്കത്താത്ത ദൂരത്തിൽ ആ അറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ജനതയുടെ ഇത്ര വലിയ ഒരു ജനക്കൂട്ടം ഈ കടപ്പുറം ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, സാക്ഷ്യം വഹിച്ചു കാണില്ല. എന്താണ് ഈ കാണുന്നത്? ഈ നേരെ ഈ കടപ്പുറത്ത് തിങ്ങി നിറഞ്ഞിട്ട് സ്ഥലമില്ലാതെ ഇതാ ഇടതുഭാഗത്തും വലതുഭാഗത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ജനതകളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് അതിൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. വാക്കുകൾ എനിക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഈ സഹകരണത്തിനും ഈ പ്രതിബദ്ധതയ്ക്കും അർപ്പണബോധത്തിനും ദൃഢനിശ്ചയത്തോടുകൂടി ഇവിടെ എത്തിയതിനും എനിക്ക് വാക്കുകളില്ല നിങ്ങളെപ്പറ്റി പറയുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴെങ്കിലും നമുക്കിങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചതിൽ സന്തോഷിക്കുക. ഇത് പണ്ടേ നടക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കാണപ്പെട്ട ദൈവമായ ഗുരുദേവൻ്റെ ആ ആപ്തവാക്യങ്ങൾ, ആ സന്ദേശം നാം അനുസരിച്ചില്ല, വേണ്ട വിധത്തിൽ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. സംഘടന കൊണ്ട് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഗുരു അത് പ്രാവർത്തികമാക്കുകയും അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയും നേട്ടം കൊയ്തതും മറ്റു വിഭാഗങ്ങളായിരുന്നു. അവർ അതെല്ലാം നേടി. നിങ്ങളുടെ ആയുധം, ആ വജ്രായുധം തേച്ച് മിനുക്കി തയ്യാറായി മുന്നോട്ട് വരും എന്ന് ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഈ കടപ്പുറത്ത് നിങ്ങൾ പിരിയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ
എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവരും അവനവൻ്റെ കടമ ചെയ്യുക. ഒരു ദേവൻ അനുഗ്രഹിക്കട്ടെ. വഴിമാറുക നയവഞ്ചകരെ, അവസരവാദ പരിഷകളെ. വഴിമാറുക നയവഞ്ചകരെ, അവസരവാദ പരിഷകളെ. കടലല പോലെ ഇരമ്പി വരുന്നു സമത്വ മുന്നേറ്റ യാത്ര. കടലല പോലെ ഇരമ്പി വരുന്നു സമത്വ മുന്നേറ്റ യാത്ര. നായാടി മുതൽ നമ്പൂതിരി വരെ അണിചേർന്നൊഴുകും യാത്ര. ജനനായകനാം വെള്ളാപ്പള്ളി നയിക്കും രണയാത്ര. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ കൂട്ടായ്മ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുന്നു. ഭാരത് ധർമ്മ ജനസേന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയെ ഈ രാജ്യം ഭരിച്ച ഇടത് വലതു പക്ഷികൾക്ക് എതിരായി കേരള ജനതയുടെ ധാർമ്മികമായ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ ചേരിതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട്, മതപ്രീണനം നടത്തിക്കൊണ്ട്, ജാതീയമായ ചേരിതിരിവ് നടത്തിക്കൊണ്ട് കഴിഞ്ഞ 65 വർഷമായി രാജ്യം ഭരിച്ച് അപവാദത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തെറ്റായ പ്രവർത്തനത്തിന് വിരാമമിടാൻ വേണ്ടിയാണ് ഇന്ന് ശംഖുമുഖം കടപ്പുറത്ത് അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. വേദനപ്പെടുന്ന ഹൈന്ദവൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുവാൻ കരുത്തുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഈ രാജ്യത്തുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഋഷി പാടിയ ഒരു പാട്ട് ഞാൻ ഓർത്തു പോവുകയാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. നീ മോഹനിന്ദ്രയിൽ ഉണരുക. നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നിനക്ക് നേടിയെടുക്കാൻ ഒരുപാടുണ്ട്. നിന്റെ ആലസ്യം വെടിയുക, ജാഗ്രതയുണ്ടാക്കുക. ആ ജാഗ്രതയിലേക്ക്, ആ വൈദിക ഋഷിമാരുടെ പാവനമായ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് പോകുവാൻ നമുക്ക് കരുത്തുണ്ടാകണം, നമുക്ക് ശക്തി ഉണ്ടാകണം. ആ ശക്തി തരുന്നതിന് നമ്മുടെ പൂർവികരായ ഋഷി പരമ്പരയെ നമസ്കരിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ ഇതിൻ്റെ കർമ്മസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്മ നേരുന്നു. നമസ്കാരം. ഹൈന്ദവ സമുദായത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്നുള്ളതാണ് ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്രമാത്രം സമുദായങ്ങളും മതങ്ങളുമൊക്കെ പുറത്തു നിന്ന് വന്ന് തഴച്ചു വളരുന്ന അവസ്ഥ. ഞങ്ങളുടെയൊക്കെ പള്ളികളുടെയൊക്കെ പല 500ഉം 1000ഉം 2000ഉം വർഷവുമൊക്കെയുള്ള പഴക്കമുള്ള ദേവാലയങ്ങളുടെ ചരിത്രവും ആധാരവും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ കുടുംബം അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി സൗജന്യമായിട്ട് തന്ന സ്ഥലത്താണ് ഈ ദേവാലയങ്ങളൊക്കെയും പടുത്തുയർത്തി. ഇതൊന്നും ആർക്കും നിഷേധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഹൈന്ദവ ഏകീകരണവും ഒരു നന്മയ്ക്കായിട്ടൊരു പാർട്ടി ഉണ്ടാകുന്നതിനും എല്ലാ നല്ല മനസ്സുള്ളവർക്കും നല്ലതായിട്ടേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരളത്തിൽ പല പാർട്ടികളും ഉണ്ടാകുന്നെങ്കിലും ഈ പാർട്ടി മാത്രം ഉണ്ടായപ്പോൾ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അപൂർവം ചിലർ പറഞ്ഞു കേട്ടു. അത് തികച്ചും ഒരു ദുഃഖകരമായ ഒന്നാണ്. കേരളത്തിലെ എല്ലാ ഈ വേദിയിലിരിക്കുന്ന സന്യാസിവരന്മാരെയും അതുപോലെ നമ്മുടെ യോഗക്ഷേമ സഭയുടെ പ്രസിഡൻറ്റിനെയൊക്കെ കണ്ടാൽ അറിയാം, അതുപോലെ വെള്ളാപ്പള്ളി സാറുമൊക്കെ എന്നും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പാർട്ടി കേരളത്തിലെ ഏറ്റവും നല്ല പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവർക്കൊക്കെ സ്നേഹിക്കാനേ അറിയൂ.
ഹൈന്ദവ മതം പഠിപ്പിക്കുന്ന ആ സ്നേഹം പിന്തുടരുവാൻ ഇവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പലപ്പോഴും പോകുമ്പോൾ എന്തോരം പാവപ്പെട്ടവർ വന്ന ഓരോ സഹായങ്ങളൊക്കെ വാങ്ങിപ്പോകുന്നത്. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയെക്കുറിച്ച് ഇത്രമാത്രം ആവലാദികൾ ഓരോരുത്തരുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഏറ്റവും നല്ല പാർട്ടിയായിട്ട്, മനുഷ്യർക്ക് ഉപകാരമുള്ള പാർട്ടിയായിട്ട് തീരട്ടെ. ബഹുമാനപ്പെട്ട ആരാധ്യനായ വെള്ളാപ്പള്ളി സാറ് അനേക പതിറ്റാണ്ട് ഇങ്ങനെ ശക്തനായിട്ട് ജീവിച്ചിരുന്ന് കേരള ജനതയ്ക്ക് വലിയ ഒരു ആശ്വാസമാകട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സമത്വ മുന്നേറ്റ യാത്രയുടെ ഉദ്ദേശലക്ഷ്യം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക, നിർദ്ദേശിക്കപ്പെട്ട ആ ഒരു നിലപാടിനെതിരെ രാഷ്ട്രീയമായി പ്രതികരിക്കുക എന്ന വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ അരങ്ങേറുന്ന ഈ പരിപാടിക്ക് എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജനവിഭാഗത്തെ ആ തലത്തിൽ അകറ്റി നിർത്തിയത് തീർച്ചയായിട്ടും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ തന്നെയാണ്. കാരണം അത് കണ്ട് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്ക് ഈ ഒരു വേളയിൽ ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ കൂടുതലും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ എന്ന തലത്തിൽ അറിയപ്പെടുന്ന ദളിത് ഗോത്ര വിഭാഗങ്ങളുടെ അവസ്ഥയാണ് വളരെയധികം എടുത്തു പറയേണ്ട ഒരു വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഈ രണ്ട് സമൂഹത്തിൻ്റെയാണ്. ഇന്നും ഈ സമൂഹത്തിൽ പാർപ്പിടമില്ലാത്ത, ഭൂമിയില്ലാത്ത, നല്ല അടിസ്ഥാന സൗകര്യമോ അല്ലെങ്കിൽ കുടിവെള്ളമോ അടക്കമുള്ള എല്ലാ തലത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ വെള്ളാപ്പള്ളി അവരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഈ വേദിയിൽ സന്നിധരായിരിക്കുന്ന ഏവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ അനിവാര്യമാണ്. ആ ഒരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ ഇന്നത്തെ ഈ യോഗം അവസാനിക്കുന്ന ഈ ഒരു വേളയിൽ അല്ലെങ്കിൽ അത് സമത്വം എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭൂരിപക്ഷ ജനസമൂഹത്തിന് വേണ്ടി മാത്രമല്ല ന്യൂനപക്ഷത്തിന് വേണ്ടിയും നമ്മൾ ശക്തമായി അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്ന് തന്നെയായിരിക്കണം പുതിയ പാർട്ടിയുടെയും ഉത്തരവാദിത്വം എന്നുകൂടി ഞാൻ ഈ വേളയിൽ ആഗ്രഹിക്കുന്നു. ഭാരത് ധർമ്മ ജനസേന എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട എന്താണ്, ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തിയ ഈ പാർട്ടി ഇതിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ച മുഴുവൻ ജനലക്ഷങ്ങളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുകയാണ്. സമരനായകൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ അവരുടെ ഹാരമണിയിക്കുന്നതിന് സ്വീകരിക്കുന്നു.